PSA പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളും തീയതികളും ഓർത്തുവെക്കേണ്ടി വരും അല്ലേ? ചിലപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ ചില വർഷങ്ങൾ ഒരു പാക്കേജ് പോലെയാണ്. ഒരു വർഷം പഠിച്ചാൽ അതിനോടനുബന്ധിച്ച് 10ഓളം ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ഗോൾഡൻ ഇയറാണ് 1984. ഇന്ന് നമുക്ക് 1984ലേക്ക് ഒരു യാത്ര പോകാം. ഈ ഒരൊറ്റ വർഷം നമ്മുടെ രാജ്യത്തും കേരളത്തിലും എന്തെല്ലാം നിർണായക സംഭവങ്ങളാണ് നടന്നതെന്ന് നോക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം AI അഞ്ജലി ടീച്ചർ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 1984 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധം. 1984 ഒക്ടോബർ 31-നാണ് സ്വന്തം അംഗരക്ഷകരായ ബിയാൻ സിംഗിന്റെയും സത്വന്ത് സിംഗിന്റെയും വെടിയേറ്റ് അവർ കൊല്ലപ്പെടുന്നത്. ഈ ദിനം ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ദിരാഗാന്ധി വധത്തിലേക്ക് നയിച്ച കാരണമെന്തായിരുന്നു? അതും 1984 തന്നെയാണ് നടക്കുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 ജൂൺ മാസത്തിൽ പഞ്ചാബിലെ അമൃത്സറിലുള്ള സുവർണക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്ന ഖാലിസ്ഥാൻ ഭീകരനായ ഭിന്ദ്രൻവാലയെയും കൂട്ടാളികളെയും പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയാണിത്. ഈ ഓപ്പറേഷന്റെ പ്രതികാരമെന്നോണമാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. ഈ സംഭവങ്ങളുടെയെല്ലാം അനന്തരഫലമായി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം കൂടി 1984 എഴുതിച്ചേർക്കപ്പെട്ടു. സിഖ് വിരുദ്ധ കലാപം. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിനുശേഷം ഡൽഹിയിലും മറ്റു ഉത്തരേന്ത്യൻ നഗരങ്ങളിലും സിഖ് വംശജർക്കെതിരെ നടന്ന ഭീകരമായ ആക്രമണമായിരുന്നു അത്. അതേ ദിവസം തന്നെ അമ്മയുടെ മരണത്തെ തുടർന്ന് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 1984 രണ്ട് പ്രധാനപ്പെട്ട സൈനിക ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട്. ഒന്ന്, ഓപ്പറേഷൻ മേഘദൂത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി എന്നറിയപ്പെടുന്ന സിയാച്ചിൻ ഗ്ലേസിയർ പാകിസ്ഥാൻ പിടിച്ചെടുക്കുന്നതിനു മുൻപ് ഇന്ത്യൻ സൈന്യം നടത്തിയ നിർണായകമായ സൈനിക നീക്കമാണിത്. 2, ഓപ്പറേഷൻ വുഡ്രോസ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനു ശേഷം പഞ്ചാബിൽ ഒളിച്ചിരുന്ന ഭീകരരെ കണ്ടെത്താനായി നടത്തിയ മറ്റൊരു സൈനിക നടപടി. ഇനി ഇന്ത്യയെ കണ്ണീരിലാഴ്ത്തിയ ഒരു വ്യാവസായിക ദുരന്തത്തിന്റെ വർഷം കൂടിയാണ് 1984. ഭോപ്പാൽ വാതക ദുരന്തം. 1984 ഡിസംബർ 2 രാത്രിയിൽ യൂണിയൻ കാർബൈഡ് എന്ന കീടനാശിനി നിർമ്മാണ കമ്പനിയിൽ നിന്ന് മീഥൈൽ ഐസോസയനൈറ്റ് എന്ന മാരക വിഷവാതകം ചോർന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അന്നത്തെ കമ്പനി സിഇഒയായിരുന്ന വാറൻ ആൻഡേഴ്സന്റെ പേരും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ഇത്രയധികം ദുരന്തങ്ങൾക്കിടയിലും 1984 ഇന്ത്യയ്ക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചു. രാകേഷ് ശർമ്മ സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T-11 എന്ന ബഹിരാകാശ വാഹനത്തിൽ യാത്ര ചെയ്ത് ബഹിരാകാശത്തെ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായി. ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് ഇന്ദിരാഗാന്ധി ചോദിച്ചപ്പോൾ സാരേ ജഹാംസെ അച്ഛ എന്ന അദ്ദേഹത്തിന്റെ മറുപടി ചരിത്രത്തിന്റെ ഭാഗമാണ്. ബച്ചേന്ദ്രി പാൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായും മാറിയത് ഇതേ വർഷം തന്നെ. കഴിഞ്ഞില്ല, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ കൊൽക്കത്ത മെട്രോ സർവീസ് തുടങ്ങിയതും 1984 ഒക്ടോബർ 24-നാണ്. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം. കാസർഗോഡ് ജില്ലയുടെ രൂപീകരണം. കണ്ണൂർ ജില്ലയിലെ ഹോസ്ദുർഗ്, കാസർഗോഡ് താലൂക്കുകൾ ചേർത്ത് കേരളത്തിലെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപീകൃതമായത് 1984 മെയ് 24-നാണ്. തകഴിക്ക് ജ്ഞാനപീഠം. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ തകഴി ശിവശങ്കരപിള്ളയ്ക്ക് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1984-ലാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ജിജോ പുന്നൂസ് സംവിധാനം ചെയ്ത ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ റിലീസ് ചെയ്തത് 1984-ലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത് 1984-ലാണ്. എന്നാൽ ഇതിന്റെ ഉദ്ഘാടനം 1985-ൽ രാജീവ് ഗാന്ധിയാണ് നിർവഹിച്ചത്. ഈ വ്യത്യാസം ഓർത്തുവെക്കണം. ഒളിമ്പിക്സിലെ മലയാളി തിളക്കം. 1984-ലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ PT ഉഷ 400 മീറ്റർ ഹർഡിൽസിൽ ഫൈനലിൽ എത്തി. 1 സെക്കൻഡിന്റെ 100-1 അംശത്തിനാണ് അവർക്ക് വെങ്കല മെഡൽ നഷ്ടമായത്. ഇതേ ഒളിമ്പിക്സിൽ ഷൈനി വിൽസൺ 800 മീറ്ററിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയുമായി. അപ്പോൾ നോക്കൂ, ഇന്ദിരാഗാന്ധിയുടെ വധം, ഭോപ്പാൽ ദുരന്തം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, കാസർഗോഡ് ജില്ലയുടെ രൂപീകരണം, PT ഉഷയുടെ ചരിത്ര നേട്ടം, ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് 1984 എന്ന ഒറ്റ വർഷത്തിൽ ഒതുങ്ങിയിരിക്കുന്നത്.
ഇവയെല്ലാം 1984 എന്ന വർഷവുമായി ബന്ധപ്പെടുത്തി ഒരു കഥ പോലെ ഓർത്തുവെച്ചാൽ നമുക്ക് പരീക്ഷാ ഹാളിൽ വളരെ എളുപ്പത്തിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ ഒരു സംഭവം പഠിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ കൂടി ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ പഠനം കൂടുതൽ എളുപ്പമാക്കും. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി കാണാം. വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.